വെൽക്കം ടു പ്ലാന്റ് സപ്പിയൻസ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, പ്രൊകാരിയോട്ടിൽ വരുന്ന ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഇട്ടിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് ഇനീഷ്യേഷൻ? സോ ഒരു ട്രാൻസ്ക്രിപ്ഷനിൽ 3 സ്റ്റെപ്പാണ് ഉള്ളത് അല്ലേ? ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. അതിൽ ഇനീഷ്യേഷനിൽ വരുന്ന എൻസൈം എന്തൊക്കെയാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നതെന്നാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ DNA സ്ട്രക്ചർ, DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സാണല്ലോ ട്രാൻസ്ക്രിപ്ഷൻ. ഇനി പ്രൊകാരിയോട്ടിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ തന്നതുപോലെ ഒരു DNA ഉണ്ടായിരിക്കും അല്ലേ? ഒരു ഡബിൾ സ്ട്രാൻഡ് ഉള്ള ഒരു DNA. ആ DNA-യിൽ 2 റീജിയൻസ് ഉണ്ട്. ആ 2 റീജിയൻസ് അറിഞ്ഞിരിക്കണം. ഒന്ന് പ്രൊമോട്ടർ റീജിയൻ. ഓക്കെ, ഈ ഒരു പ്രൊമോട്ടർ റീജിയൻ എന്ന് പറയുമ്പം കുറേ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഒരുമിച്ച് ചേർന്ന ഒരു ലോങ് സീക്വൻസ് ഉള്ള ഒരു റീജിയനാണ് പ്രൊമോട്ടർ റീജിയൻ. അത് -35 മുതൽ -10 വരെയാണ് അതിൻ്റെ ആ ഒരു ലെങ്ത്. നൈട്രജൻ ബേസിൻ്റെ രീതിയിലാണ് ഈ ഒരു പ്രൊമോട്ടർ പറയുന്നത്. അതേപോലെ തന്നെ 0 എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്നതാണ് സ്റ്റാർട്ട് സൈറ്റ്. ഈ ഒരു സ്റ്റാർട്ട് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എൻസൈം ഈ ഒരു സ്റ്റാർട്ട് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാലാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഏതാണ് ഈ ഒരു എൻസൈം എന്ന് പറയുന്നത്? RNA പോളിമറൈസ് 1 എന്ന് പറയുന്ന എൻസൈമാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് സഹായിക്കുന്നത്. ഓക്കെ, RNA പോളിമറൈസ് എന്ന് പറയാം. ഓക്കെ, RNA പോളിമറൈസ് എന്ന് പറയുമ്പോൾ എന്താ? RNA ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ ഈ ഒരു RNA പോളിമറൈസിൻ്റെ സ്ട്രക്ചർ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ സിംഗിളായിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഈ 2 റീജിയൻ, പ്രൊമോട്ടർ റീജിയൻ ഉണ്ടായിരിക്കും, സ്റ്റാർട്ട് സൈറ്റ് ഉണ്ടായിരിക്കും. ഇനി ഈ 2 നൈട്രജൻ ബേസസും പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ. ഈ ഒരു സ്റ്റാർട്ട് സൈറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റാർട്ട് സൈറ്റിന് ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് അപ്സ്ട്രീം റീജിയൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സോ പ്രൊമോട്ടർ റീജിയൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് സൈറ്റിൻ്റെ അപ്സ്ട്രീം ആയിട്ടാണ് കാണുന്നത്. ഇനി സ്റ്റാർട്ട് സൈറ്റിൻ്റെ ഡൗൺ സ്ട്രീം ആയിട്ട് കാണുന്ന ആൾക്കാർ പോസിറ്റീവ് ആയിട്ടാണ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ഇനീഷ്യേഷൻ അത് ആ ഒരു പോസിറ്റീവ് സൈഡ് ഇപ്പോൾ ആവശ്യമില്ല. സ്റ്റാർട്ട് സൈറ്റിൻ്റെ നെഗറ്റീവ് സൈറ്റ് ആയിട്ടുള്ള പ്രൊമോട്ടർ റീജിയൻ, പ്രൊമോട്ടർ മാത്രമല്ല അതിന് അങ്ങോട്ടുള്ള റീജിയൻ ഒക്കെ ഈ ഒരു അപ്സ്ട്രീം റീജിയൻ എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രൊമോട്ടർ റീജിയനിൽ 2 റീജിയൻസ് കൊടുത്തിട്ടുണ്ടല്ലേ, -35ഉം -10ഉം കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു -35ലും -10ലും ഒരു കൺസെൻസസ് സീക്വൻസ് ഉണ്ടായിരിക്കും. ആ സീക്വൻസ് പഠിച്ചു വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. -35ൽ വരുന്ന കൺസെൻസസ് സീക്വൻസ് എന്ന് പറയുന്നത് TT GACA, അങ്ങനെ വേണേൽ പറയാം. TTGACA ആണ് -35. ദെൻ -10ൽ വരുന്നത് TATAAT ആണ്. ഈ ഒരു റീജിയനാണ് നമ്മൾ ടാറ്റാ ബോക്സ് എന്ന് ചുരുക്കി പറയുന്നത്. സിമ്പിളായിട്ട് ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ റീജിയനും ഈ ഒരു കൺസെൻസസ് സീക്വൻസും ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇതാണ് മെയിനായിട്ട് ആ ഒരു ഇൻട്രൊഡക്ഷനിൽ, ഇനീഷ്യേഷൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. നമ്മളുടെ RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പം ആദ്യം ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് RNA പോളിമറൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെച്ചത് ഏകദേശം ഈ ഒരു ഷേപ്പിലൊക്കെയാണ് ഉണ്ടായിരിക്കുക. അപ്പം RNA പോളിമറൈസ് വന്ന് ആക്ട് ചെയ്യണമെങ്കിൽ, ഞാൻ 6 എന്നാണ് സൂചിപ്പിക്കുന്നത്, RNA പോളിമറൈസ് വന്ന് ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന വേറെ ഒരു ഫാക്ടർ, ഒരു കോഫാക്ടറും കൂടി ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് എന്ത് പറയുന്നു, നമ്മൾ ഈ ഒരു RNA പോളിമറൈസ് പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ആക്ട് ചെയ്യുന്നു. ഈ ഒരു RNA പോളിമറൈസിന് എബൌട്ട് 60 ബേസ് പെയർ വരെ എന്താ ആ ഒരു റീജിയൻ കവർ ചെയ്യാൻ അത്രയും വലിപ്പമുള്ള ആൾക്കാരാണ് ഈ ഒരു RNA പോളിമറൈസ് എന്ന് പറയുന്നത്. എബൌട്ട് 60 ബേസ് പെയർ വരെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ RNA പോളിമറൈസ് ഒരു പ്രൊമോട്ടർ റീജിയൻ കണ്ടുപിടിച്ചിട്ട് അവിടെ ബൈൻഡ് ചെയ്യണം. ഓക്കെ, അവിടെ പ്രൊമോട്ടർ റീജിയൻ കണ്ടുപിടിച്ചിട്ട് അവിടെ ബൈൻഡ് ചെയ്യണമെങ്കിൽ അവിടെ ഫേം ആയിട്ട് ക്ലോസ് ആയിട്ട് അവിടെ നിൽക്കണമെങ്കിൽ സഹായിക്കുന്ന വേറൊരാളും കൂടി ഉണ്ട്. അവയാണ് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം RNA പോളിമറൈസ് നമ്മൾ പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്തു. പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്ത പാടെ നമ്മൾ സിഗ്മ ഫാക്ടർ RNA പോളിമറൈസിൽ വന്ന് ബൈൻഡ് ചെയ്തു. ഈ സിഗ്മ ഫാക്ടർ ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ RNA പോളിമറൈസിന് ഈ ഒരു സ്ട്രാൻഡിൽ ഫേം ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ക്ലോസ് ആയിട്ട് ടൈറ്റ് ആയിട്ട് DNA സ്ട്രാൻഡുമായിട്ട് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുമ്പം ആ ഒരു സ്ട്രക്ചറിന് നമ്മുടെ ക്ലോസ്ഡ് ബൈനറി കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഉണ്ടാകുന്നത് ക്ലോസ്ഡ് ബൈനറി കോംപ്ലക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് RNA പോളിമറൈസ് ഒക്കെ വന്നു.
എന്താ നമ്മളുടെ സിഗ്മ ഫാക്ടറും വന്നു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ്, ഈ ഒരു RNA പോളിമറൈസ് എന്ന് പറയുന്നത് പ്രൊമോട്ടർ റീജിയനിലൂടെ വന്ന് സ്റ്റാർട്ട് സൈറ്റ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രൊമോട്ടർ റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റ് ഏതാണെന്നൊക്കെ കണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് RNA പോളിമറൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ RNA പോളിമറൈസ് വന്ന് കുറച്ച് സ്ഥലം ഇങ്ങനെ ചെക്ക് ചെയ്ത് നമ്മളുടെ സ്റ്റാർട്ട് സൈറ്റ് എവിടെയാണ് എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ആ ഒരു സ്റ്റാർട്ട് സൈറ്റ് എവിടെയാണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സിഗ്മ ഫാക്ടറിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഈ ഒരു സിഗ്മ ഫാക്ടർ ഇവിടുന്ന് മെല്ലെ പുറത്തേക്ക് റിലീസ് ആവുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ റിലീസ് ആകുന്നത് എന്ന് ഇപ്പോഴും അൺനോൺ ആണ്. അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ റിലീസ് ആവുന്നത് അൺനോൺ ആണ്. എന്നിരുന്നാലും ഈ ഒരു സ്റ്റാർട്ട് സൈറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്മ ഫാക്ടർ അവിടെ നിന്ന് റിലീസ് ആയി കഴിഞ്ഞു. ഈ ഒരു റീജിയന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ ബൈനറി കോംപ്ലക്സ്. സിഗ്മ ഫാക്ടർ പോയി ആ ഒരു ഫേംനെസ് എന്ന് പറയുന്നത് കുറഞ്ഞു. ഈ ഒരു ഓപ്പൺ ബൈനറി കോംപ്ലക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റാർട്ട് സൈറ്റിൽ എന്തോ ഒരു നമ്മൾ റെപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ ഒരു ആർക്ക് പോലെ ഫോം ചെയ്യുമല്ലോ. അതായത് ഇവിടെയുള്ള നൈട്രജൻ ബേസസ് ബ്രേക്ക് ചെയ്ത് ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ RNA പോളിമറൈസ് എന്ന് പറയുന്നത് പോളിമറൈസേഷൻ നടക്കണമെങ്കിൽ, അതായത് ഈ ഒരു റീജിയനിൽ നിന്ന് mRNA ഉണ്ടാവുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു mRNA ഉണ്ടാവണമെങ്കിൽ ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് ചെയ്യണം. സിഗ്മ ഫാക്ടർ പോയി കഴിഞ്ഞാൽ, ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡബിൾ സ്ട്രാൻഡ് പതിയെ RNA പോളിമറൈസിൻ്റെ പ്രസൻസിൽ ബ്രേക്ക് ആവാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അങ്ങനെ ബ്രേക്കായി നല്ല രീതിയിൽ ബ്രേക്ക് ആകുമ്പം ഏകദേശം ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്യും. അപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ RNA പോളിമറൈസ്. പക്ഷെ ആരവിടെ ഇല്ല, സിഗ്മ ഫാക്ടർ അവിടെ നിന്ന് പോയി കംപ്ലീറ്റ്ലി ആ ഒരു DNA ഫോർക്ക് ഫോം ചെയ്യുന്നത് പോലെ, റിപ്ലിക്കേഷനിൽ പോലെ തന്നെ ഒരു ഫോർക്ക് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു റീജിയനിൽ നിന്നാണ് കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മളുടെ mRNA ഈ ഒരു റീജിയനിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഇവിടെയാണ് mRNA ഉണ്ടാക്കുന്നതെങ്കിൽ mRNA കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടാക്കും. ഈ ഒരു റീജിയന് നമ്മൾ പറയുന്ന പേരാണ് ടെർണറി കോംപ്ലക്സ് എന്ന് പറയുന്നത്. നല്ല ലൂസായിട്ട് ഒരു ആർക്ക് പോലെ ഫോം ചെയ്തു. അവിടെ ഡിസൊല്യൂഷൻ ആയിട്ട് നൈട്രജൻ ബേസസ് സ്പ്ലിറ്റ് ആയിട്ട് വന്നു. സിഗ്മ ഫാക്ടർ പോവുകയും ചെയ്തു. ഇനി ഈ ഒരു RNA പോളിമറൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുമ്പം RNA പോളിമറൈസ് ഒരു റീജിയനിൽ വന്നു. ഇപ്പോൾ ഈ ഒരു റീജിയൻ ആണെങ്കിൽ ഈ ഒരു റീജിയനിൽ വന്ന് അവിടെ എന്ത് ചെയ്തു, ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം RNA പോളിമറൈസ് എന്ത് ചെയ്യും, ഇവിടുന്ന് ജമ്പ് ചെയ്യും, ഇവിടുന്ന് റിലീസ് ആകുന്നു. എന്നിട്ട് തൊട്ടടുത്ത പ്രൊമോട്ടർ റീജിയൻ എവിടെയാണോ അവിടെ പോയി ബൈൻഡ് ചെയ്യും. സെയിം പ്രോസസ്സ് നടക്കുന്നു. ഒരു ഫോർക്ക് പോലെ ഫോം ചെയ്യുന്നു, ഇനീഷ്യേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെയും RNA പോളിമറൈസ് ജമ്പ് ചെയ്യുന്നു, അടുത്ത റീജിയനിൽ പോകുന്നു. ഇങ്ങനെയാണ് ഈ RNA പോളിമറൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷൻ ഈ പ്രൊകാരിയോട്ട് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇലോങ്ങേഷൻ എന്താണെന്ന് പറയും, അതിനുശേഷം ടെർമിനേഷൻ. പ്രൊകാരിയോട്ടിൻ്റെ കേസാണ് പറയുന്നത്. കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. യൂക്കാരിയോട്ട് ഇത്രയും സിമ്പിൾ ആയിരിക്കില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.